അപ്പോൾ ഇന്ന് ചിൽഡ്രൻസ് ഡേ ആയിട്ട് കൊച്ചു കുട്ടികൾക്കൊക്കെ കുറച്ച് ബൂസ്റ്റ് കൊടുത്താലോ? അപ്പോൾ കൊച്ചു കുട്ടികളുടെ അടുത്തൊരു കാര്യം പറയട്ടെ. നമുക്ക് ലൈഫിലേ ഇങ്ങനെ കുറച്ച് ചലഞ്ചിങ് ആയിട്ടുള്ള സിറ്റുവേഷൻസ് ഒക്കെ വരത്തില്ലേ? ചലഞ്ചിങ് എന്ന് പറയുമ്പോൾ എന്താ പറയുക, ഒരു എക്സാം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കുറച്ച് എക്സൈറ്റിംഗ് ആയിട്ടുള്ള റൈഡ്സ് ഒക്കെ ഇല്ലേ, ഈ വാട്ടർ തീം പാർക്സിലും അമ്യൂസ്മെൻറ്റ് പാർക്സിലൊക്കെ ഉള്ള റൈഡ്സ് ഒക്കെ ഇല്ലേ, അത് നിങ്ങൾക്ക് കയറാൻ ഇഷ്ടമുണ്ടാവും, പക്ഷേ പേടിയായിരിക്കും അല്ലേ? എനിക്കതിനകത്ത് കയറിയാൽ പേടിയാവും, അത് ഒരുപാട് ഹൈറ്റിൽ പോകുന്നതാണ്, അല്ലെങ്കിൽ അത് ഭയങ്കര സ്പീഡിൽ പോകുന്ന സാധനമാണ്, അപ്പോൾ എനിക്ക് ചെയ്യാൻ പറ്റുമോ? ബട്ട് അറ്റ് ദ സെയിം ടൈം എനിക്കത് കയറണം അതിനകത്ത് എന്നും തോന്നത്തില്ലേ നിങ്ങൾക്ക്? അങ്ങനെ തോന്നുന്ന സമയത്തില്ലേ, മാറി നിൽക്കാതെ, പേടിച്ച് നിൽക്കാതെ, നിങ്ങൾക്ക് ഭയങ്കര സംഭവമല്ലേ, നിങ്ങൾ നല്ല പവർഫുൾ ആയിട്ടുള്ള കുട്ടികളാണ്, നല്ല ബ്രേവ് ആയിട്ടുള്ള കുട്ടികളാണ്, നല്ല സ്മാർട്ട് കുട്ടികളാണ്. അപ്പം നിങ്ങൾക്ക് പറ്റാത്ത എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ? വെറുതെ പേടിച്ച് നമ്മുടെ അത്രയും ബ്രേവായിട്ടുള്ള ആ മൈൻഡിനെ അപ്സെറ്റ് ആക്കാതെ നമുക്ക്, അപ്പം നിങ്ങളുടെ മനസ്സിന് എന്താ തോന്നുന്നറിയോ? ഞാൻ ഇത്ര സ്മാർട്ടായിട്ടിരുന്നിട്ട് നോക്കിക്കേ, ദേ ഡോണ്ട് ട്രസ്റ്റ് മീ. അത് ശരിയല്ലല്ലോ, ആണോ? അപ്പോൾ അതുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യമില്ല. ആദ്യം പേടിയില്ലെന്ന് നമ്മളോടങ്ങ് പറയാം. പിന്നെ ട്രൈ ചെയ്ത് നോക്കുക. ആ ട്രൈ ചെയ്ത് നിങ്ങളത് സക്സസ്ഫുൾ ആയി കഴിയുമ്പോഴില്ലേ, നിങ്ങൾക്ക് ഭയങ്കര സന്തോഷമായിരിക്കും. യു വിൽ ഫീൽ സോ പ്രൗഡ് ഓഫ് യുവർ സെൽഫ്. യു വിൽ ഫീൽ സോ ഹാപ്പി ദറ്റ് യു ഡോണ്ട് ഗിവ് അപ്പ്. അത് എത്ര ചെറിയ കാര്യം ആയിക്കോട്ടെ, വലിയ കാര്യം ആയിക്കോട്ടെ, എന്തും ആയിക്കോട്ടെ, എനി കൈൻഡ് ഓഫ് തിങ്, അതിൻ്റെ സൈസ് എത്രയോ ആയിക്കോട്ടെ, പക്ഷേ പ്ലീസ് ഡോണ്ട് ഗിവ് അപ്പ്. ഓക്കെ? ബിക്കോസ് നിങ്ങൾക്ക് ശ്രമിച്ചാൽ, നിങ്ങൾക്കെന്നല്ല എല്ലാവർക്കും അങ്ങനെയാണ്, എന്നാലും കൊച്ചു കുട്ടികൾക്ക് നിങ്ങൾ നല്ല എനർജറ്റിക് ആയതുകൊണ്ട് നിങ്ങൾ ശ്രമിച്ചാൽ ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യമില്ല കേട്ടോ. ആരെങ്കിലും നിങ്ങളുടെ അടുത്ത് എന്തെങ്കിലും ചെയ്യാൻ പറ്റത്തില്ല, അയ്യേ നിന്നെ കൊണ്ടത് പറ്റത്തില്ല എന്ന് ആരെങ്കിലും പറഞ്ഞാൽ, ഷോ ദം, ഡു ഇറ്റ് ട്വൈസ് ആൻഡ് ഷോ ദം, സി നിങ്ങൾ വിചാരിക്കുന്ന പോലല്ല, ഐ ക്യാൻ ഡു ഇറ്റ്. അപ്പോൾ നിങ്ങൾക്ക് വാശി നിങ്ങളോട് തന്നെ മതി, വേറെ ആരോടും വേണ്ട, നിങ്ങളുടെ ഫ്രണ്ട്സിനോട് വേണ്ട. നിങ്ങളുടെ ഡേ ഇന്നത്തെക്കാട്ടിലും നാളെ ബെറ്റർ ആക്കുക, ഇന്നലത്തെക്കാട്ടിലും ബെറ്റർ ആക്കുക ഇന്ന്. അത്രയും മാത്രം വിചാരിച്ചാൽ മതി. നിങ്ങളുടെ ഓരോ എക്സാമും കഴിയുമ്പോൾ എനിക്ക് അവനെക്കാട്ടിലും കൂടുതൽ മാർക്ക് കിട്ടണം, അങ്ങനെയല്ല. എനിക്ക് കഴിഞ്ഞ എക്സാമിൽ കിട്ടിയതിനെക്കാട്ടിലും കൂടുതൽ മാർക്ക് കിട്ടണം. അപ്പോൾ ഇനി ആർക്കെങ്കിലും തോന്നുമായിരിക്കും, കഴിഞ്ഞ എക്സാമിന് എനിക്ക് ഫുള്ളായിരുന്നു കിട്ടിയത്, അപ്പോൾ ഈ എക്സാമിന് ഇനി കൂടുതൽ എങ്ങനെയാണ് കിട്ടുന്നത്? കഴിഞ്ഞ എക്സാമിന് ഫുള്ളായിരുന്നെങ്കിൽ ഈ എക്സാമിനും ഫുള്ള് വരണം. മാർക്കിലൊന്നും അല്ല കാര്യം. എന്നാലും നമ്മൾ ട്രൈ ചെയ്യുക ഓൾവേസ്, കേട്ടോ. ആ പേടി കാരണം ചിലപ്പോൾ നമ്മൾ മിസ് ചെയ്യുന്നത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും. അത്രയും ചലഞ്ചിങ് ആയിട്ടുള്ള ഓരോ കാര്യങ്ങളും ചെയ്ത് കഴിയുമ്പോൾ നിങ്ങളുടെ കോൺഫിഡൻസ് നന്നായിട്ട് കൂടും. അപ്പോൾ നിങ്ങൾക്ക് ഓരോ കാര്യം വരുമ്പോഴും പേടിയില്ലാതെ ഐ ക്യാൻ ഹാൻഡിൽ ദിസ് എന്ന് നമ്മളോട് തന്നെ പറഞ്ഞിട്ട് ചെയ്യാൻ പറ്റും, കേട്ടോ. പേടിച്ച് കഴിയുമ്പോൾ നമ്മുടെ കാലിബർ, നമ്മുടെ ഓരോ കാര്യങ്ങളും ചെയ്യാനുള്ള കപ്പാസിറ്റി, നമ്മുടെ സ്മാർട്ട്നെസ് എല്ലാത്തിനെയും നമ്മൾ അടിച്ചതിനെ താഴെ വെച്ചിട്ട് എന്താ ചെയ്യുന്നത്? പേടിയെടുത്ത് മുകളിൽ വയ്ക്കും. അപ്പോൾ പേടി വലിയ ഗമയിലിങ്ങനെ ഇരിക്കും. ഞാനിവിടെ ഉള്ളപ്പോൾ ഇവർക്ക് ആർക്കും വരാൻ പറ്റത്തില്ലല്ലോ എന്ന് തോന്നും, അല്ലേ? അപ്പോൾ അതുകൊണ്ട് ആ പേടിയെ എടുത്ത് ഏറ്റവും താഴെ ഇട്ടിട്ട് പേടിയുടെ അടുത്ത് പറയണം, വെരി സോറി, യു ആർ നോട്ട് അലൗഡ് ഹിയർ. അപ്പോൾ അതുകൊണ്ട് പേരൻസിനോടും പറയാണ്, കുറച്ച് ചലഞ്ചിങ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ കുട്ടികളെ എൻകറേജ് ചെയ്യണം. അവർ റിസ്ക് എടുക്കാൻ അവരെ എൻകറേജ് ചെയ്യണം. അങ്ങനെ ചെയ്താലേ അവർക്ക് ധൈര്യം വരുള്ളൂ. അവരെ കൊണ്ട് എത്രമാത്രം പറ്റും, അവരെത്ര കഴിവുള്ള കുട്ടികളാണ് എന്ന് അവർക്ക് സ്വയം ബോധ്യം വരണമെങ്കിൽ ഓരോ കാര്യങ്ങളും, ചെറിയ ചെറിയ കാര്യങ്ങളാണെങ്കിലും അത് അച്ചീവ് ചെയ്യാനുള്ള ധൈര്യം നമ്മൾ കൊടുത്തുകൊണ്ടിരുന്നാലേ പറ്റുള്ളൂ. ഓരോന്നും അവർ ചെയ്യാൻ പോകുമ്പം അങ്ങനെ ചെയ്യല്ലേ, അത് ചെയ്താൽ നീ വീഴും, അല്ലെങ്കിൽ ഇവിടെ ഇങ്ങനെ ചാടി കഴിഞ്ഞാൽ ഇങ്ങനെ പ്രശ്നം വരും, ഇങ്ങനെ ഓരോന്നിനും പറയാതെ അവരെ എക്സ്പ്ലോർ ചെയ്യാൻ വിടുക. അവർ ഫ്രഷ് ആയിട്ടുള്ള, നമ്മൾ എന്താ പറയുന്നത്, ഈ ക്ലേ മോൾഡ് ചെയ്തെടുക്കുന്ന പോലെ എന്നാണ് പറയുന്നത്. ഞാൻ വായിച്ചിട്ടുള്ളതാണ്. കുട്ടികളെന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്, നമുക്കതിനെ ഏത് ഷേപ്പിലും മോൾഡ് ചെയ്തെടുക്കാം. ക്ലേ മോൾഡ് ചെയ്യുന്നത് അങ്ങനെയല്ലേ? അപ്പോൾ നമുക്കതിനെ വളയ്ക്കാം, ഓടിക്കാം, നീളത്തിലാക്കാം, എന്ത് വേണമെങ്കിലും ചെയ്യാം, അല്ലേ? അപ്പോൾ അതുപോലെയാണ് കുട്ടികളും. നമ്മൾ എന്ത് ഇൻപുട്ടാണോ കൊടുക്കുന്നത് അതിനനുസരിച്ചല്ലേ അവർ വരുള്ളൂ. അപ്പോൾ നല്ല ധൈര്യം കൊടുക്കുക. അവരൊക്കെ വി ആർ ഓൾ ബോൺ ബ്രേവ്. നമുക്ക് ആർക്കും പ്രശ്നമൊന്നുമുള്ളതല്ല. പണ്ട് ഞാൻ കരയുമ്പോൾ എൻ്റെ അച്ഛൻ എൻ്റെ അടുത്ത് പറയും, ഝാൻസി റാണി കരയത്തില്ല കേട്ടോ എന്ന് പറയും. അപ്പോൾ അന്ന് ഈ ഝാൻസി റാണിയെ പറ്റി വലിയ ഐഡിയ ഒന്നും ഇല്ലായിരുന്നെങ്കിലും ഈ ഝാൻസി റാണി കരയത്തില്ല എന്ന് പറയുമ്പം നമുക്ക് സ്വയം തോന്നും, ഓ അപ്പം ഞാൻ കരയാൻ പാടില്ല. ബിക്കോസ് അച്ഛനെ അങ്ങനെയായിരുന്നു വിളിക്കുന്നത്, ഝാൻസി റാണി എന്ന് വിളിക്കുമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഓരോരുത്തരും ഓരോ കുട്ടിയും
എത്രമാത്രം സ്മാർട്ടാണെന്ന് അവർക്ക് സ്വയം മനസ്സിലാകാനുള്ള ചാൻസസ് നമ്മൾ ഉണ്ടാക്കി കൊടുക്കാമെന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാ കുഞ്ഞുമക്കൾക്കും വിഷിങ് യു ഓൾ എ വെരി ഹാപ്പി ചിൽഡ്രൻസ് ഡേ. നല്ല എനർജറ്റിക് ആയിട്ട്, സ്മാർട്ടായിട്ട്, ബ്രേവ് ആയിട്ടിരിക്കുക. ദർ ഇസ് നത്തിങ് ദറ്റ് യു കാൺ ഡു. ഓക്കെ, ചലഞ്ച് യുവർ സെൽഫ്. നിങ്ങളെ തന്നെ ചലഞ്ച് ചെയ്താൽ മതി, വേറെ ആരും വേണ്ട. നിങ്ങൾ ആദ്യം എന്താ ചെയ്യേണ്ടത്? നിങ്ങളോട് പറയണം, സി യു കാൺ ടെൽ മീ ദറ്റ് ഐ കനോട്ട് ഡു ദിസ്. ഇതെനിക്ക് ചെയ്യാൻ പറ്റും, അത് ഞാൻ ചെയ്യുകയും ചെയ്യും. ദാറ്റ്സ് ഓൾ. അപ്പോൾ എല്ലാവർക്കും വിഷിങ് യു വെരി ഹാപ്പി ചിൽഡ്രൻസ് ഡേ. വൺസ് അഗെയിൻ ഓൾ ദി വെരി ബെസ്റ്റ്. അടിപൊളി ഒരു ദിവസമായിരിക്കട്ടെ. ഓക്കെ, അപ്പോൾ കൊച്ചു കുട്ടികൾക്കും കൊച്ചു മനസ്സ് ഇപ്പോഴും കാത്തു സൂക്ഷിക്കുന്ന എല്ലാ വലിയ കൊച്ചുകുട്ടികൾക്കും ഒരു നല്ല ശിശുദിനം ആശംസിക്കുന്നു.